എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇതുവരെ നിങ്ങൾ കാണാത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു റെസിപ്പി ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പൊറോട്ടയും ബീഫും കൂട്ടി കഴിക്കാറുണ്ട്, അതുപോലെ പൊറോട്ട, ചിക്കൻ കറി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതൊന്നുമല്ല, ഒരു അടിപൊളി ദം പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കിഴി പൊറോട്ട നിങ്ങൾക്കറിയാവുന്നതാണ്. പൊറോട്ടയും ബീഫോ ചിക്കൻ കറിയോ ലെയർ ചെയ്തിട്ട് നമ്മൾ കിഴി കെട്ടിയിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കും, അതാണ് കിഴി പൊറോട്ട. അപ്പോൾ അതിനെക്കാട്ടിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ദം പൊറോട്ട. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതിനു മുൻപ് പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പൊറോട്ടയുടെ റെസിപ്പിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടകളിൽ നിന്ന് പൊറോട്ട വാങ്ങിയിട്ടായാലും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പൊറോട്ട ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മൺചട്ടി വേണം. മൺചട്ടിയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു റെസിപ്പി കിട്ടുക. മൺചട്ടിയിൽ നമ്മൾ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തടവി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമ്മളിനി ഒരു ഗ്രേവിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഗ്രേവി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ മുട്ടക്കറി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കറി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കറിയും എടുക്കാവുന്നതാണ്. അപ്പോൾ മുട്ടക്കറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു മുട്ടക്കറി 4 മുട്ടയുടെ ഒരു കറിയാണ്. അപ്പോൾ ആ മുട്ടയുടെ ഗ്രേവിയും നമ്മൾ ഇതിലേക്ക് 2 തവി ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറിൽ ഈ ഒരു മുട്ടക്കറി ആയിരിക്കും ഉള്ളത്. ഇതിന് മുകളിലായിട്ട് നമ്മളിനി കുറച്ച് സാധനങ്ങളൊക്കെ ലെയർ ചെയ്തിട്ടാണ് ഈ ഒരു ദം പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ 2 തവി മുട്ടയുടെ കറി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊറോട്ട, അപ്പോൾ 2 പൊറോട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 പൊറോട്ട ഇതിന് മുകളിലായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. 2 3 പൊറോട്ട നിങ്ങൾക്ക് നിരത്തി കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ പൊറോട്ട നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് 2 മുട്ടയും കുറച്ച് ചാറും കൂടെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ലെയർ ചെയ്തെടുക്കാം. എങ്കിൽ കൂടി ഈ ഒരു മുട്ടയുടെ ചാറ് ഇടുമ്പോഴാണ് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് വറുത്ത ഉള്ളിയാണ്, അതുപോലെ തന്നെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ, നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ. കുറച്ച് മല്ലിയില അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് പുതിനയില ഞാനിവിടെ അരിയാതെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ടും എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിന് മുകളിലായിട്ട് വീണ്ടും 2 പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിന് മുകളിലായിട്ട് ബീഫ് വരട്ടിയതാണ് എടുക്കുന്നത്. ബീഫ് നല്ല ഡ്രൈ ആയിട്ട് വരട്ടിയെടുത്തുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ബീഫ് വറുത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വറുത്തതോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് മുട്ടക്കറിയുടെ ഗ്രേവി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വീണ്ടും നമ്മൾ നേരത്തെ ഇട്ട സാധനങ്ങളൊക്കെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ വറുത്തത്, മല്ലിയില, പുതിനയില. ഇനി ഏറ്റവും മുകളിലായിട്ട് വീണ്ടും 2 പൊറോട്ട ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര പൊറോട്ട വേണമെങ്കിലും ഇതിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ 6 പൊറോട്ടയാണ് ഈ ഒരു ചട്ടിയിലേക്ക് എടുത്തിട്ടുള്ളത്. വീണ്ടും ആ ഒരു ബാക്കി വന്ന മുട്ടക്കറി ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത അതേ സാധനങ്ങൾ വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കുക. ഉള്ളി, അതില്ല. ഈ മുട്ട നിങ്ങൾക്ക് മുറിച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു ഗ്രേവിയും കൂടി നമ്മളിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് എല്ലാം ലെയർ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദം പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചട്ടി നമുക്കിനി ദം ചെയ്തെടുക്കണം. ദം ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ചട്ടി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. കവർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് വാഴയിലയാണ്. അപ്പോൾ ഇവിടെ വാഴയില കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഇത് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വായു പുറത്തേക്ക് പോകാത്തക്ക രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. വാഴയിലയാണെങ്കിൽ ഒന്ന് വാട്ടിയിട്ട് ഇതിൽ ഒന്ന് കെട്ടി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം മുകളിലായിട്ടൊരു അടപ്പ് വെച്ച് അടച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഇത് കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാന്ന് പറയുമ്പോൾ ചെറിയ തീയിലിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ചെറു തീയിലിട്ട് വേണം ഇത് ദം ചെയ്തെടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തേക്കും ചൂട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ദം ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ദമ്മൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചട്ടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈ ഒരു
പൊറോട്ട നല്ല മസാലയിലൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ബീഫും മുട്ടയും എല്ലാം കൂടെ ചേർന്നിട്ടൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വെറൈറ്റികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്